നമസ്തേ. നമ്മൾ ഇന്നിവിടെ ഡോഗ് ബ്രീത്തിങ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും അലർജി പോലുള്ള ബുദ്ധിമുട്ടുകളുള്ളവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ് ഡോഗ് ബ്രീത്തിങ്. ആദ്യമായിട്ട് നമ്മൾ വജ്രാസനയിലേക്ക് വരിക. അതായത് 2 കാലുകളും മുട്ടും മടക്കി നമ്മുടെ ബട്ടക്സ് ഉപ്പൂറ്റിയിലേക്ക് ഇരിക്കുന്ന സ്ഥിതി. ആ രീതിയാണ് ഞാൻ വർഷങ്ങളിലൂടെ കാണിച്ചു തരാം. പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് പറഞ്ഞു തരാം. ഈ രീതിയിൽ ഇരിക്കാൻ ശ്രമിക്കുക. ചിലവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും. കണങ്കാലിൽ പെയിൻ തോന്നാറുണ്ട്. അങ്ങനെയുള്ളവർ ഒരു തുണി മടക്കി അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റോ ഒരു ചെറിയൊരു കുഷ്യനോ മടക്കി ഒന്ന് അവിടെ വെച്ച് നോക്കുക, കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. അല്ലാതെ ഇങ്ങനെ കൂഞ്ഞി ഇരിക്കരുത്, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. സാവധാനം നിങ്ങൾക്കത് റെഡി ആയിട്ട് വരും. ഇനി വല്ലാത്ത നീ പെയിൻ, ആർത്രൈറ്റിസ് അങ്ങനത്തെ വല്ല ബുദ്ധിമുട്ടുകളുള്ളവർ ഒന്ന് കുഷ്യൻ വെച്ച് നോക്കുക. എന്നിട്ടും ബുദ്ധിമുട്ടാണെങ്കിൽ വജ്രാസനയിൽ ഇരിക്കാതിരിക്കുക. സ്ട്രെയിൻ ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിൽ ഇരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇരിക്കേണ്ട സ്ഥിതി. അതിനുശേഷം സാവധാനം പതിയെ ഒന്ന് മുന്നിലോട്ട് കുനിഞ്ഞു കൊടുക്കുക. ഒരു കോൺകേവ് ആക്കുക നമ്മുടെ സ്പൈനിനെ. കൈകൾ വെക്കേണ്ടത് കാൽമുട്ടിൻ്റെ അടുത്തായിട്ട് കൈകൾ വെക്കുക. ഓക്കെ, എന്നിട്ട് പതിയെ ഒന്ന് മുന്നിലോട്ട് കുനിഞ്ഞിട്ടുണ്ട്. ഡോഗ് ബ്രീത്തിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നാക്ക് നന്നായിട്ട് പുറത്തോട്ട് നീട്ടി, വായ തുറന്ന് നാക്ക് നന്നായിട്ട് പുറത്തോട്ട് നീട്ടി, അബ്ഡോമൻ വിഗറസ് ആയിട്ട് ഫ്ലാപ്പ് ചെയ്തുകൊണ്ട്, അതായത് അബ്ഡോമൻ അകത്തേക്കും പുറത്തോട്ടും വിഗറസ് ആയിട്ട് ഫ്ലാപ്പ് ചെയ്തുകൊണ്ട് ഇൻഹെയിലും എക്സെയിലും ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ വശങ്ങളിലൂടെ ഒരു തവണ കാണിച്ചു തരാം. അതിനുശേഷം നേരെ ഇരുന്നിട്ടും കാണിക്കാം. നാക്ക് പുറത്തോട്ട് നീട്ടുക, ദൃഷ്ടി നേരെ മുന്നിലായിരിക്കട്ടെ. ഇതാണ് മൂവ്മെൻറ്റ്. തന്നെ നമുക്ക് മുന്നിലൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. വജ്രാസനയിൽ ഇരുന്നു, കൈകൾ രണ്ടും കാൽമുട്ടിനടുത്ത് പതിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് മുന്നിലോട്ട് കുനിഞ്ഞ് ഇരിക്കുന്ന, ഇങ്ങനെ കുനിയണ്ട, പയ്യെ കൈമുട്ട് സ്ട്രെയിറ്റ് ആണ്, കൈമുട്ട് മടക്കുന്നില്ല. ഒന്ന് പയ്യെ മുന്നിലോട്ട് നടുവൊന്ന് കുനിച്ചു കൊടുത്തിട്ടുണ്ട്, കോൺകേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വയറ് അബ്ഡോമൻ ഫ്ലാപ്പ് ചെയ്യുക, അകത്തേക്കും പുറത്തേക്കും. ദൃഷ്ടി മുന്നിലോട്ട് നോക്കുക. വിഗറസ് ആയിട്ട് ഇൻഹെയിലും എക്സെയിലും ചെയ്യുക, അബ്ഡോമൻ ഫ്ലാപ്പ് ചെയ്തുകൊണ്ട്. 30 സെക്കൻഡ് വരെ നമുക്കിത് ചെയ്യാം. പ്രത്യേകം ഹാർട്ടിന് അസുഖങ്ങളോ എപ്പിലെപ്സിയോ ഹൈ BP യോ ഉള്ളവർ ഇത് ചെയ്യരുത്. ഈ ഒരു പ്രാക്ടീസ് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ പതിയെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ബെറ്റർ അവർ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അല്ലാത്തവർക്കെല്ലാം ഇത് ചെയ്യാം. നാക്ക് പുറത്തോട്ട് നീട്ടാം. ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ശശാങ്കാസനയിൽ റിലാക്സ് ചെയ്യാവുന്നതാണ്. ഉപ്പൂറ്റിയിലിരിക്കുന്ന സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് കൈകൾ രണ്ടും മുന്നിലോട്ട് നീട്ടി തല താഴേക്ക് കുനിച്ച് ആവശ്യത്തിനുള്ള റിലാക്സേഷൻ എടുക്കാവുന്നതാണ്.